ആന സ്ക്വാഡ് പ്രതിനിധി ശ്രീ സിനുഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സിനുഷ്, ഈ മാർഗരേഖകൾ അതിൽ നടപ്പാക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ മാർഗരേഖയെ? ഇത് ആനകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മതിയായ ഒന്നാണോ? ഒരിക്കലും അല്ലല്ലോ. ഇത്രയൊക്കെ സ്ഥലപരിമിതി നിശ്ചയിക്കലും അല്ലെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളും ഇത്ര സ്ഥലമുള്ള അമ്പലങ്ങളൊന്നും അല്ലല്ലോ. പിന്നെ അവര് നിർദ്ദേശിക്കുന്ന മാർഗരേഖ നടപ്പാക്കി മുന്നോട്ട് പോകാനുള്ള ക്ഷേത്രോത്സവങ്ങൾ ഒരിക്കലും നടക്കില്ല. ഇത് എന്തൊക്കെയോ നിഗൂഢ ലക്ഷ്യങ്ങളായിട്ട് വരുന്ന കുറെ തീരുമാനങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ആനകളുടെ എണ്ണം കുറച്ചാൽ ഈ വിഷയത്തിനൊരു പരിഹാരം ആകില്ലേ? അത് ഒരിക്കലും ഇല്ലല്ലോ. വളരെ ചുരുങ്ങിയ പൂരങ്ങളായിട്ട് നടക്കുന്ന അമ്പലങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഒരാനായിട്ടും 3 ആനയായിട്ടും 5 ആനയായിട്ടൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ പരിപാടികൾ നടക്കുന്നുണ്ടല്ലോ. അവിടെയൊക്കെ ഈ 10 മീറ്റർ അകലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നിൽക്കാനും ആനകൾ നിൽക്കാനുള്ള സ്ഥലപരിമിതിയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഇതൊക്കെ പ്രായോഗികമായിട്ട് നടപ്പാവുന്ന കാര്യങ്ങളല്ലല്ലോ. ഇപ്പോ ഈ കൽപ്പാത്തി രഥോത്സവം തന്നെ നോക്കിയാൽ അറിയാലോ. ഇന്നിപ്പോ ആ കൽപ്പാത്തി രഥോത്സവത്തിന്റെ രഥം തള്ളുന്ന ആനയുണ്ടല്ലോ. ഇത്രയും ജനങ്ങളുടെ ഉള്ളിലല്ലേ. ഇത്രയും എന്താ പറയാ കാലങ്ങളായിട്ട് നടക്കുന്ന ആചാരമാണ്. ഒരു വീട്ടിലെ അപകടങ്ങളില്ലാതെ നടക്കുന്നില്ലേ. അപ്പൊ അതൊന്നും എന്താ പറയാ നടപ്പാക്കുന്ന കാര്യങ്ങളൊന്നല്ല ഇതിൽ നിർദ്ദേശിക്കുന്നത്. ഇവര് എന്താണ് ലക്ഷ്യം എന്ന് ഈ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് അറിയുള്ളൂ. ശരി, വളരെ നന്ദി ശ്രീ സിനുഷ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്. സതീഷ്